സർക്കാർ തീരുമാനം രാഷ്ട്രീയ പ്രേരിതവും വൈര്യനിര്യാതന ബുദ്ധിയോടെയും ഉള്ളതാണെന്ന് കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും യുഡിഎഫിനെ തകർക്കാമെന്ന മോഹം വിലപ്പോവില്ലെന്നും പിണറായിക്ക് എന്ന് മുതലാണ് സിബിഐയോട് ഇത്ര സ്നേഹം വന്നതെന്നും മുല്ലപ്പള്ളി ചോദിച്ചു. 3 ഉന്നത IPS ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് തള്ളിയ കേസാണ്. തെരഞ്ഞെടുപ്പിൽ ഇതൊന്നും വിലപ്പോവില്ലെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. തികഞ്ഞ രാഷ്ട്രീയമായ ദുരുദ്ദേശം വെച്ചുകൊണ്ടാണ് ദുഷ്ടലാക്കോടുകൂടിയാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾക്കായിട്ട് നിരന്തരം അവർ അപലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഭരണകൂടവുമല്ലേ നമ്മുടെ കേരളം ഭരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം കേന്ദ്ര ഏജൻസികൾക്കായിട്ട് പുറവിലേക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നില്ലേ. പിന്നെ എങ്ങനെയാണ് ഈ ചുവട് മാറ്റം? അതാണ് വിശദീകരിക്കേണ്ടത്. എപ്പോഴും തെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കേസ് വീണ്ടും കുത്തിപ്പൊക്കി മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി സർക്കാർ തയ്യാറായത്. ആ നടപടിയെക്കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. രാഷ്ട്രീയ പ്രേരിതമാണ്, ദുരുദ്ദേശത്തോടുള്ള കേസാണ്. ഇത് വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നടത്തപ്പെടുന്ന ഒരു വൃഥാ വ്യായാമം. സോളാർ കേസ് സിബിഐക്ക് വിട്ടത് രാഷ്ട്രീയ താൽപര്യത്തോടെയാണെന്ന് UDF കൺവീനർ MM ഹസനും. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള ഈ നീക്കത്തെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കും. ആരോപണങ്ങൾ പഴകിദ്രവിച്ചതാണെന്നും ഹസൻ കണ്ണൂരിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അഴിമതിയുടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന മുഖ്യമന്ത്രി സർക്കാർ അവർക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഈ പഴകി ദ്രവിച്ച ആ ഒരു ആരോപണത്തെ വീണ്ടും CBIക്ക് വിടാൻ തീരുമാനിച്ചതിൻ്റെ പിന്നിലുള്ളത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരു പ്രചരണത്തിന് വേണ്ടി മാത്രമാണ്. CBIക്കെതിരായി ചന്ദ്രഹാസം വിളക്കുന്ന ആളുകൾ ഈ സോളാർ കേസ് അവർക്കൊന്നും ഇതുവരെ ഇവിടെ വിജിലൻസ് അന്വേഷിച്ചിട്ട് എന്തായി, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് എന്തായി, കേസ് ചാർജ് ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ രോമത്തിൽ തൊടാൻ പറ്റും. ആരെങ്കിലും ഈ കേസിൽ പ്രതികളായിട്ടുള്ള ഇവർ ആരോപിച്ച ആളുകളുടെ പേര് നടപടിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് CBIക്കല്ല, ഇനി അതിനപ്പുറത്തുള്ളതിന് വിട്ടാലും ഇതിന് ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. ഞങ്ങൾക്കൊരു ഭയവുമില്ല. സോളാർ പരാതിക്കാരിയെ വിളിച്ചു വരുത്തി പരാതി എഴുതി വാങ്ങി കേസ് CBIക്ക് വിട്ട പിണറായി സർക്കാരിന്റെ നടപടി തെരഞ്ഞെടുപ്പ് പരാജയ ഭീതി മൂലമാണെന്ന് KC ജോസഫ് MLA. മുങ്ങിച്ചാകാൻ പോകുന്നവൻ കച്ചിത്തുരുമ്പിൽ പിടിച്ച് രക്ഷപ്പെടാൻ നോക്കുന്നത് പോലെയാണിത്. കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലപാതകം CBI അന്വേഷിക്കാതിരിക്കാൻ കോടികൾ ചെലവഴിച്ചവരാണ് ഇപ്പോൾ സോളാർ കേസ് കുത്തിപ്പൊക്കാൻ ശ്രമിക്കുന്നതെന്നും KC ജോസഫ് ആരോപിച്ചു. സോളാർ കേസിലെ CBI അന്വേഷണത്തെ പരമപുച്ഛത്തോടെ തള്ളുന്നുവെന്ന് K മുരളീധരൻ MP. പിണറായിയുടേത് തരംതാണ നടപടിയാണ്. CPM BJP അന്തർധാര വ്യക്തമായെന്നും K മുരളീധരൻ പറഞ്ഞു. ഏറ്റവും ചീപ്പായ നടപടിയാണ് കേരള സർക്കാർ ഇറങ്ങിപ്പോകാൻ നേരത്തെ പിണറായി സർക്കാർ ചെയ്തത്. ഒരുപാട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 5 വർഷം ഈ കേരളം ഭരിച്ചൊരു മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റിലെ മന്ത്രിമാർക്കെതിരായിട്ട് കേസെടുക്കുക, അത് CBIക്ക് വിടുക എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു നടപടിയാണ്. 2 മാർക്സിസ്റ്റ് BJP അന്തർധാര അതിൻ്റെ തെളിവും കൂടിയാണ്. ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ ഞങ്ങളെ കൊല്ലാൻ വരുന്നു എന്ന് പറയുന്ന പിണറായി ഇന്ന് ആ CBIയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാരെ പ്രതിക്കൂട്ടിൽ എടുത്താൻ നോക്കുകയാണ്. ഇപ്പോഴാണ് പിണറായിൻ്റെ യഥാർത്ഥ മുഖം പുറത്തു വന്നത്. സോളാർ കേസിലെ CBI അന്വേഷണം നിയമവശങ്ങൾ കൃത്യമായി പാലിച്ചാണെന്ന് LDF കൺവീനർ A വിജയരാഘവൻ. ഇതുവരെ ചോദിച്ചുകൊണ്ടിരുന്നത് ഇത് സംബന്ധിച്ച നിയമ നടപടി എടുക്കാത്തത് എന്താണെന്നായിരുന്നു. ഇപ്പോഴത്തെ കോൺഗ്രസ് പ്രതികരണം തർക്കുത്തരമാണെന്നും വിജയരാഘവൻ പറഞ്ഞു. പരാതിക്കാരിക്ക് സ്വാഭാവിക നീതി ഉറപ്പാക്കുകയാണ് സർക്കാർ ചെയ്തത്, രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും വിജയരാഘവൻ പറഞ്ഞു. അത് നിയമപരമായ ഒരു നടപടിക്രമമാണ്. പരാതിക്കാരി അത്തരം ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ സ്വാഭാവിക നീതി എന്നുള്ള നിലയിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യവുമാണ്. അതിനോട് മറ്റൊരു തരത്തിൽ ഈ പറഞ്ഞ വ്യക്തികളാരും സമീപിക്കുകയോ വിമർശിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. അതേസമയം പെരിയ കേസ് CBIക്ക് വിട്ട നടപടി അംഗീകരിക്കുന്നില്ലെന്നും വിജയരാഘവൻ പറഞ്ഞു. പെരിയ കേസിൽ സംസ്ഥാനം ശരിയായ അന്വേഷണമാണ് നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, ഏത് കാര്യത്തിലും ശരിയായ അന്വേഷണം നടക്കണം എന്നുള്ള നിലപാടാണ് ഗവൺമെന്റിനുള്ളത്. പെരിയ കേസിലും ശരിയായ അന്വേഷണം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും പോലീസും നടത്തിയിരുന്നു. ആ ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് അക്കാര്യത്തിൽ ഗവൺമെന്റ് നിലപാടെടുത്തിട്ടുള്ളത്. സോളാർ കേസിലെ CBI അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്ന പ്രതിപക്ഷ ആരോപണം തള്ളി CPM കേന്ദ്ര നേതൃത്വം. ആരോപണം അടിസ്ഥാനമില്ലാത്തത്. സംസ്ഥാന സർക്കാരിനെതിരായ CBI അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയും പ്രതിപക്ഷത്തിനെതിരെ അന്വേഷണം വരുമ്പോൾ എതിർക്കുകയും ചെയ്യുന്നു. പരാതിക്കാരുടെ അപേക്ഷയിലാണ് സർക്കാർ നടപടിയെന്നും യെച്ചൂരി പറഞ്ഞു.
സോളാർ കേസ് സിബിഐക്ക് വിടാനുള്ള തീരുമാനം രാഷ്ട്രീയ പ്രേരിതമല്ലെന്ന് രാജു എബ്രഹാം എംഎൽഎ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ളതല്ല തീരുമാനമെന്നും രാജു എബ്രഹാം ന്യൂസ് 8നോട് പറഞ്ഞു. ഇതിനു മുമ്പ് ലാവ്ലിൻ കേസ് അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് സിബിഐക്ക് വിട്ട് UDF തീരുമാനമെടുത്തത്. അന്ന് അത് ശരിയും ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് 2-3 മാസം മുമ്പാണ് ഇപ്പൊ തീരുമാനം എടുത്തിരിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ കണ്ടുകൊണ്ടല്ല, മറിച്ച് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയിട്ടുള്ള കമ്മീഷനുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയിട്ടുള്ള അന്വേഷണം, ആ അന്വേഷണം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന് പോലീസ് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിക്കട്ടെ എന്ന നിഗമനത്തിലേക്ക് എത്തിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കടക്കാവൂർ പീഡനക്കേസിൽ നിർണായക വെളിപ്പെടുത്തലുമായി ആരോപണ വിധേയയായ അമ്മ ഭർത്താവും രണ്ടാം ഭാര്യയും ചേർന്ന് ഗൂഢാലോചന നടത്തി മകനെക്കൊണ്ട് മൊഴി നൽകിക്കുകയായിരുന്നുവെന്നാണ് യുവതിയുടെ ആരോപണം. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും സത്യം പുറത്തുകൊണ്ടുവരാനാണ് നിയമപോരാട്ടം നടത്തുന്നതെന്നും കുട്ടിയുടെ പിതാവ് പറഞ്ഞു. ഭർത്താവും രണ്ടാം ഭാര്യയും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് തനിക്കെതിരെയുള്ള പരാതിയെന്നാണ് യുവതിയുടെ ആരോപണം. തന്റെയൊപ്പം താമസിച്ചിരുന്ന ഇളയ മകനെ കൊണ്ടുപോകാൻ മറ്റൊരു മകനെ കൊണ്ട് പീഡന പരാതി നൽകിക്കുകയായിരുന്നു. ഏതറ്റം വരെ പോയിട്ടാലും ഈ കേസിന്റെ നിരപരാധിത്വം തെളിയിക്കണം. അത് എല്ലാ അമ്മമാരുടെ ഒരു ആവശ്യമാണ്. ഇപ്പം എൻ്റെ ഭർത്താവും രണ്ടാം ഭാര്യയും കൂടി പറഞ്ഞ് മോനെ കൊണ്ട് പറയിപ്പിച്ചതാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അല്ലാതെ കുഞ്ഞിത് പറയൂല. സത്യം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകും. തന്നെ മോശമായി ചിത്രീകരിക്കാൻ പ്രായപൂർത്തിയാകാത്ത മകനെ കരുവാക്കി. ഭീഷണിപ്പെടുത്തിയായിരിക്കണം പറയിപ്പിച്ചിട്ടുള്ളത്. തന്നെ മാതാവ് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് കാട്ടിയാണ് പ്രായപൂർത്തിയാവാത്ത ഇളയ മകൻ പോലീസിൽ മൊഴി നൽകിയത്. പോക്സോ വകുപ്പുകൾ ചുമത്തിയ കേസിൽ റിമാൻഡിലായിരുന്നു യുവതി. ഇന്നലെയാണ് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയത്. ഭർത്താവിനെതിരെ നിയമപോരാട്ടം നടത്താനാണ് യുവതിയുടെ കുടുംബത്തിന്റെ തീരുമാനം. അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് കുട്ടിയുടെ പിതാവിന്റെ പ്രതികരണം. സത്യം തെളിയട്ടെയെന്നും നിയമപോരാട്ടം തുടരുമെന്നും പിതാവ് പറഞ്ഞു. ഒരിക്കലും ഇതൊരു ഫാമിലി പ്രോബ്ലമായിട്ട് ഈ കേസിന് യാതൊരു ബന്ധവുമില്ല. ഇതൊരിക്കലും ഒരു കെട്ടിച്ചമച്ചതല്ല. ഒരിക്കലും ഞാൻ രണ്ടാമത് കല്യാണം കഴിച്ചത് അവൾ തന്നെ അതിൽ പറഞ്ഞല്ലോ, ഞാൻ അവളെ ഒഴിവാക്കാനാണ് കല്യാണം കഴിച്ചതെന്നാണ് ഇത്രയും ദിവസത്തെ ഓൺലൈൻ ചാനലിലെല്ലാം അവളെ മാതാപിതാക്കളും ആക്ഷൻ കൗൺസിലും ഒക്കെ പറഞ്ഞത്. പക്ഷെ അവൾ തന്നെ പറഞ്ഞു കല്യാണം കഴിച്ചതിന് ശേഷവും ഞാൻ ചെന്ന് അവളെ തട്ടിക്കൊണ്ടുവന്ന് വീണ്ടും താമസിപ്പിച്ചു വന്നു. അങ്ങനെ ഒഴിവാക്കാനാണെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ഒരിക്കലും അവളെ തിരിച്ചു കൊണ്ടുവരില്ലായിരുന്നല്ലോ. കല്യാണം കഴിച്ചതിന് ശേഷവും ഞാൻ എൻ്റെ വീട്ടിൽ അവളെ കൊണ്ടുവന്നതാണ്, താമസിപ്പിച്ചതാണ്. കല്യാണം രണ്ടാമത് കഴിച്ച കുട്ടിയെ മറ്റൊരു വീട്ടിലേക്ക് ഞാൻ താമസിപ്പിച്ചതാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. നഗ്ന ഫോട്ടോ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 16-കാരിയെ പീഡിപ്പിച്ചെന്ന് പരാതി. തിരുവനന്തപുരം കഠിനംകുളത്താണ് സംഭവം. കുട്ടിയുടെ അയൽവാസിയായ 30-കാരനെതിരെയാണ് പരാതി. വൈദ്യപരിശോധനയിൽ പെൺകുട്ടി 2 മാസം ഗർഭിണിയാണെന്നും തെളിഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് 6036 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 48,378 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12.48 കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 20 മരണങ്ങളാണ് കോവിഡ്-19 മൂലമാണെന്നും സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 3607. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 5173 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. UK-യിൽ നിന്നും വന്ന ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ്-19 സ്ഥിരീകരിച്ചിട്ടില്ല.